ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് 3BHK എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വാസുദേവനും അയാളുടെ 2 മക്കളും ഭാര്യ അടങ്ങുന്ന കുടുംബം പുതിയൊരു വാടക വീട്ടിലേക്ക് വരുന്നതാണ്. ശാന്തി എന്നായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര്. മക്കൾ ആരതിയും പ്രഭുവും. സ്വന്തമായിട്ടൊരു വീടില്ലാത്ത കാരണം അവരിങ്ങനെ കുറച്ചു നാളായിട്ട് വാടക വീടുകൾ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 2006 ഈ ഒരു സീൻ കാണിക്കുന്നത്. പ്രഭു ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയ അവനെ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്ന ആരതി അവർ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ താമസം മാറി വന്ന വീട്ടില് അത്ര സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ചെറിയ മുറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും റെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെന്നൈ സിറ്റിയിൽ ഇത്രയും ചെറിയ വീടിന് പോലും വളരെയധികം റെന്റ് കൊടുക്കണമായിരുന്നു. ഇവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിൽ അവർ വീട് കിട്ടുന്നതിനെ പറ്റി തന്നെയായിരുന്നു. വാസുദേവന്റെ പ്രതീക്ഷ മുഴുവൻ പ്രഭുവിലായിരുന്നു. അവനെ നല്ലോണം പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നായിരുന്നു അയാളുടെ വിശ്വാസം. പക്ഷേ ഓരോ തവണ ഇങ്ങനെ വാടക വീട് മാറിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം തന്നെ ഹൗസ് ഓണേഴ്സ് ഓരോന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതൊക്കെ കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു സ്വന്തം വീട് വാങ്ങണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടക്കുന്ന കാരണം അന്ന് രാത്രിയാകട്ടെ വാസുദേവൻ പറയുന്നുണ്ട്, വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 7.5 ലക്ഷം രൂപ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന്. 2006 കാലഘട്ടത്തിൽ അത് വലിയൊരു തുക തന്നെയായിരുന്നു. സിറ്റിക്ക് വെളിയിൽ എന്തായാലും നല്ലൊരു വീട് വാങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വീട് അന്വേഷിച്ചു തുടങ്ങിയാലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവരെല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും അവര് പോയി വീടൊക്കെ നോക്കുന്നുണ്ട്. വാസുദേവനാകട്ടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് പൊതുവെ കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഒരു ദിവസം അയാൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഇതാരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ച് അയാൾ മുതലാളിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ മുതലാളി പറയുന്നുണ്ട് തന്റെ മകനാണ് കൊണ്ടുവച്ചതെന്ന്. പക്ഷെ തനിക്ക് കൈകൊണ്ട് കണക്കെഴുതുന്നതാണ് ഈസി എന്നും അതാണ് എനിക്ക് എടുത്തു തരാൻ എളുപ്പമെന്നൊക്കെ ഇയാൾ പറയുന്നു. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാൻ മുതലാളി അയാളോട് പറയുന്നു. അയാൾ സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോകാൻ. ഇവർ വീണ്ടും ഇങ്ങനെ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. അവരുടെ കാശിനൊതുങ്ങുന്ന ഒന്നും തന്നെ കിട്ടിയില്ല. ഒടുവിൽ അവർ കുറച്ച് നാളായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ചെല്ലുമ്പോൾ അവിടെ 15 ലക്ഷം രൂപയാണ് പറയുന്നത്. അതിൽ കുറഞ്ഞതൊന്നും തന്നെ അവിടെ കിട്ടില്ലായിരുന്നു. തന്റെ കയ്യിലാകട്ടെ 7.5 ലക്ഷം രൂപയുള്ളെന്ന് അയാൾ പറയുന്നു. അതൊന്നും ശരിയാകില്ല എന്നാണ് ബ്രോക്കർ പറയുന്നത്. 15 ലക്ഷം രൂപ തരികയാണെങ്കിൽ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ആരതിയാകട്ടെ എങ്ങനെ വീട് വാങ്ങിക്കുക എന്നുള്ളതിന് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഇപ്പോൾ 7.5 ലക്ഷം രൂപയുണ്ട്. അവരുടെ അമ്മയുടെ കയ്യിലുള്ള സ്വർണം കൂടി വിറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാശ് കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 12.25 ലക്ഷം രൂപ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാകും. ബാക്കിയുള്ള 2.25 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും നമ്മൾ സേവ് ചെയ്ത് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു മാസം 25,000 രൂപ മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ആവുമ്പോഴേക്കും 3 ലക്ഷം രൂപ നമ്മളുടെ കയ്യിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാവുകയും ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് വീട് വാങ്ങാനും പറ്റും. അതിനു വേണ്ടിയിട്ട് വാസുദേവനാകട്ടെ തന്റെ മുതലാളിയോട് സംസാരിച്ച് അയാൾ എക്സ്ട്രാ വർക്ക് ചെയ്യാമെന്നും അതിന് പകരമായിട്ട് എക്സ്ട്രാ കാശ് തരണമെന്നും പറയുന്നു. മുതലാളി ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. വാസുദേവൻ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ തുടങ്ങി. ശാന്തിയാകട്ടെ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്ത കടയിൽ വിൽക്കുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം ഓരോ മാസവും അവർ 25,000 രൂപ വെച്ച് മാറ്റാൻ തുടങ്ങി. അതിനെനിക്ക് പ്രഭുവിന്റെ സ്കൂളിൽ നിന്നും അവന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വാസുദേവനെ വിളിക്കുന്നു. അവന് പൊതുവെ കമ്പ്യൂട്ടർ സയൻസിൽ നല്ല മാർക്ക് കുറവായിരുന്നു. പ്രഭുവിനെ വാസുദേവൻ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഇത്രയും കാശ് കൊടുത്തതിനെ പഠിപ്പിക്കുന്നതും പോരാഞ്ഞിട്ട് നീ നന്നായിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ അവന്റെ TC വാങ്ങി പൊയ്ക്കൊള്ളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രഭുവിനെ പോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി. ഐശ്വര്യ എന്നാണ് അവൻ വിളിക്കുന്നത്. അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്ത എക്സാമിന് തോറ്റുപോകാതിരിക്കാൻ നല്ലൊരു ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യണമെന്ന് അവൾ പറയുന്നു. അടുത്തൊരു ട്യൂഷൻ സെന്ററിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ 1000 രൂപ ഫീസാകും. എന്നാൽ അച്ഛനോട് അത് പോയി ചോദിക്കാൻ അവന് നല്ല മടിയുണ്ടായിരുന്നു. എന്നാൽ രണ്ടും കൽപ്പിച്ച് അവൻ പോയി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത്രയും കാശ് ചെലവാക്കുന്ന പോരാഞ്ഞിട്ട് ഇനി 1000 രൂപ നിന്റെ ട്യൂഷനും കൂടെ ചെലവാക്കി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങും നടക്കില്ല. ആരതി പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല. രാവിലെ എഴുന്നേറ്റ് നല്ല പോലെ നീ പഠിച്ചാൽ മതിയെന്ന്. അവനെ പഠിപ്പിക്കുന്ന കാര്യം താൻ ഏറ്റൂന്ന് പറഞ്ഞിട്ട് ആരതി എന്നും രാവിലെ അവനെ കുത്തി എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അവനും കഷ്ടപ്പെട്ട് പഠിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവന്റെ തലയിലോട്ട് ഒന്നും തന്നെ കയറുന്നുണ്ടായിരുന്നില്ല. അവൻ ടെറസിൽ നിന്ന് പഠിക്കാൻ നേരത്ത് ഹൗസ് ഓണറിന്റെ മകളും അവിടേക്ക് വരുന്നു. ഇവനെ കണ്ടതും ആ പെൺകുട്ടി താഴെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. ആ പെൺകുട്ടി പഠിക്കുന്ന ടൈമിൽ ഇവൻ അവിടെ പോയിരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഇങ്ങനെ ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് തന്റെ മകളുടെ മുന്നിലൂടെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരോ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം കാരണം ഒടുവിലാകട്ടെ വാസുദേവൻ പ്രഭുവിനോട് പറയുന്നുണ്ട് നീ ട്യൂഷന് പോയിക്കൊള്ളാൻ. അങ്ങനെ അവനും ഐഷുവും ചേർന്നിട്ട് ട്യൂഷന് ചേർന്നു. അവിടെ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അത് കാരണം അടുത്ത എക്സാമിന് അവൻ പാസ്സാവുകയും ചെയ്തു. എക്സാമിലെല്ലാം നല്ല ഇംപ്രൂവ്മെന്റ് ഉള്ളത് കാരണം തന്നെ വാസുദേവൻ അവനോട് പറയുന്നുണ്ട് അടുത്ത എക്സാമിൽ ഇതിനേക്കാൾ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഇവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. +2 കഴിഞ്ഞ് ഏത് കോളേജിലാണ് ചേരുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരു കോളേജിൽ ചേരാമെന്നൊക്കെ ഐശ്വനോട് പ്രഭു പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് ഇഷ്ടമെന്നാണ് അവള് പറയുന്നത്. അവൻ എന്തായാലും എഞ്ചിനീയറിംഗിനായിരിക്കും പോകാൻ പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അത് വേണ്ട, തന്റെ അച്ഛനെ അറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, എങ്ങാനും വീട്ടിലിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാകുമെന്ന്. അങ്ങനെ പ്രഭുവിന്റെ +2 ഫൈനൽ എക്സാം വന്നു. രാവിലെ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും അവനോട് പറയുന്നുണ്ട് നന്നായിട്ട് എഴുതണം, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ. ഇതെല്ലാം കാരണം അവന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അവൻ സ്കൂളിലെത്തി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്
ഐഷു അവിടേക്ക് വരുന്നത്. എന്താ ലേറ്റെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറയുന്നു. എന്നാൽ അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാം ആരംഭിച്ചു. എന്നാൽ പ്രഭുവിന് നന്നായിട്ട് ഒന്നും തന്നെ എഴുതാൻ പറ്റുന്നില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അത്രയധികം പ്രഷർ അവനുണ്ടായിരുന്നു. ഇതിൽ നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അവന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടുകാരുടെ സ്വപ്നങ്ങളും തകരും. ഈ ടെൻഷനും പ്രഷറും എല്ലാം കാരണം എക്സാം അവന് നന്നായിട്ട് എഴുതാൻ പോലും പറ്റിയില്ല. പഠിച്ചതെല്ലാം തന്നെ അവൻ മറന്നുപോയിരിക്കുന്നു. അന്ന് അവന്റെ ലാസ്റ്റ് ഡേ എക്സാം ആയിരുന്നു. പോകാൻ നേരം ഐഷു ആകട്ടെ അവനോട് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ കൂടെ നാട്ടിലേക്ക് പോവുകയാണ്, റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ നമുക്ക് കാണാമെന്ന്. അപ്പോഴേക്കും വർഷം 2007 ആയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഐഷുവിന്റെ കോള് അവന് വരുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ്, നീ വരില്ലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവള് പറയുന്നു. അവള് ഫോണിലൂടെ പറയുന്നത് ആരതിയും കേട്ടിട്ടുണ്ടായിരുന്നു. അവള് പെട്ടെന്ന് പോയി വീട്ടുകാരോട് പറയുന്നുണ്ട് ഇന്ന് പ്രഭുവിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണെന്ന്. ഒരുപാട് ടെൻഷനോട് കൂടിയാണ് പ്രഭുവും ഐഷുവും ചേർന്നിട്ട് റിസൾട്ട് നോക്കാൻ പോകുന്നത്. നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്തായാലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ടെൻഷനോട് കൂടി റിസൾട്ട് നോക്കുമ്പോൾ അവൻ പാസ്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ നല്ലൊരു കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ട മാർക്കൊന്നും തന്നെ അവൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം അവൻ ആകെ സങ്കടത്തിലായി. ഐഷു അവനെ സമാധാനിപ്പിക്കുന്നു. ഇനി നിന്റെ റിസൾട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷനോട് കൂടി ഐഷു റിസൾട്ട് നോക്കുന്നു. അവളാകട്ടെ ഒരു വിഷയത്തിന് ഫെയിൽ ആയിരിക്കുകയാണ്. ആകെ തകർന്നാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൻ അവളെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നത് നമുക്ക് ആ ഐസ്ക്രീം കടയിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാമെന്നാണ്. അവിടെ വിഷമത്തോടെ നിന്ന് ഐസ്ക്രീം കഴിച്ച അവളാകട്ടെ കുറച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് പ്രഭു ഐഷുവിനെ കണ്ടിട്ടില്ല. പ്രഭുവിന്റെ റിസൾട്ട് ശാന്തിയും ആരതി അറിഞ്ഞതോടുകൂടി ശാന്തിയാകട്ടെ പ്രഭുവിന്റെ മുഖത്തടിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചിട്ട് അവൻ നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നില്ല. വാസ്തവൻ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവന്റെ റിസൾട്ട് കണ്ട് അയാൾ ഒന്നും മിണ്ടാതെ റൂമിനകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും ഒരു തരത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു. വാസ്തവൻ അന്ന് രാത്രി അവനോട് മിണ്ടിയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ അയാൾ വന്ന് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പരമാവധി നീ ശ്രമിച്ചു, നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് എന്തായാലും അഡ്മിഷൻ എടുക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവന് മെക്കാനിക്കൽ ഫീൽഡ് വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ മാനേജ്മെന്റ് സീറ്റിൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ. തൽക്കാലം നമുക്ക് വീട് വാങ്ങുന്നത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാമെന്നാണ് വാസ്തവൻ പറയുന്നത്. അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് ഇവന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാനുള്ള കാശ് അവന് കൊടുക്കുകയും അവൻ ഫോം ഫില്ല് ചെയ്ത് പറ്റിയൊരു കോളേജ് കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനിടയിൽ വാസുദേവനും ആ ഓണറും തമ്മിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് ഇവർക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്നുമാണ് ഇവൻ കോളേജിൽ ചേരാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പലിനോട് അവൻ പറയുന്നുണ്ട് തനിക്ക് മെക്കാനിക്കൽ മതിയെന്ന്. എന്നാൽ അയാൾ പറയുന്നത് എല്ലാവരും IT ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നത്, ഇപ്പോൾ ITക്കാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. അത് കേട്ടതും വാസുദേവൻ അവനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ IT എടുക്കാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട് തനിക്ക് മെക്കാനിക്കൽ മതിയെന്ന്. പക്ഷെ നിന്നേക്കാൾ അറിവുള്ള വ്യക്തിയിലെ പ്രിൻസിപ്പല് അയാളല്ലേ പറഞ്ഞത് IT ഫീൽഡിന് നല്ല സ്കോപ്പ് ഉണ്ട്, IT ആണ് ഫ്യൂച്ചർ എന്നാണ് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് നീ IT എടുത്താൽ മതി. മെക്കാനിക്കൽ ഇഷ്ടമായിട്ടും ഇവരുടെ എല്ലാം നിർബന്ധം കാരണം പ്രഭുവിന് മനസ്സില്ലാ മനസ്സോടെ IT എടുക്കേണ്ടി വരുന്നു. അങ്ങനെ കോളേജിലെത്തിയ പ്രഭുവിന് അവനെ പോലൊരു പയ്യനെ ഫ്രണ്ടായിട്ട് കിട്ടുന്നു. കല എന്നായിരുന്നു അവന്റെ പേര്. കഷ്ടപ്പെട്ട് ഇവർ രണ്ടുപേരും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ തലയിൽ ഒന്നും തന്നെ കയറുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് അവനാകട്ടെ ഐഷുവിനെ തിരഞ്ഞ് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് വാടകയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് താമസം മാറിപ്പോയി. ഇവിടെ വാസ്തവനും കുടുംബവും താമസിക്കുന്ന ആ വീട്ടിലാകട്ടെ 2 ദിവസമായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല. എപ്പോഴും അവിടെ പ്രശ്നങ്ങളായിരുന്നു. അതിനിടയ്ക്ക് ആരതി 10th പാസ്സായി 93% മാർക്ക് വാങ്ങി. അവളെ ഇനിയിപ്പോ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട് തനിക്ക് പ്രൈവറ്റ് സ്കൂളിലൊന്നും പഠിക്കണ്ട, ഇതേ സ്കൂളിൽ തന്നെ +2 പഠിച്ചാൽ മതിയെന്ന്. സ്വന്തമായിട്ട് വീട് വാങ്ങാൻ വേണ്ടിയിട്ടും പ്രഭുവിന്റെ പഠിപ്പിന് വേണ്ടിയിട്ടുള്ള കാശ് സേവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവള് തൽക്കാലം ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൽ വാസുദേവന് വിഷമമുണ്ടെങ്കിലും അവൾ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ഒരിക്കലും ആരുടെയും കയ്യിൽ നിന്ന് വാസുദേവൻ കടം വാങ്ങാറില്ലായിരുന്നു. എന്നാൽ ഈ വീടിന്റെ അവസ്ഥയെല്ലാം കാരണം അയാൾ തന്റെ മുതലാളിയോട് 5 ലക്ഷം രൂപ കടം ചോദിക്കുന്നു. എവിടെ നിന്നെങ്കിലും വാങ്ങിത്തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അയാളെ താൻ നോക്കാമെന്ന് സമ്മതിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രഭുവിന്റെയും കലയുടെയും ആദ്യത്തെ ഇയറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രഭുവിനൊരു പേപ്പർ പോയി. അവൻ ആകെ ഫ്രസ്ട്രേഷനിലായി. തന്റെ വീട്ടുകാർ തന്നിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊത്ത് തനിക്ക് ഒന്നും തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, തന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവനാകട്ടെ കലയോട് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടുകാരോട് പറയാൻ പോവുകയാ, ഈ കോഴ്സ് ഞാൻ നിർത്താൻ പോവുകയാണെന്ന്. കല അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രഭു ആകട്ടെ അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി വീട്ടിലേക്ക് പോയി. എന്നാൽ അവൻ വീട്ടിലെത്തി കഴിയുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വാസുദേവനെയാണ് കാണുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നു. സ്വന്തമായിട്ട് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യം ഒരാളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് 15 ലക്ഷം രൂപയല്ലേ പറഞ്ഞത്. അയാളുടെ അടുത്ത് വീടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ അയാൾ ഇപ്പോൾ പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അന്ന് 15 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 25 ലക്ഷമായി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ സ്വന്തമായിട്ട് വീട് വാങ്ങാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്താ, പ്രഭു എന്തായാലും പഠിച്ച് നല്ല ജോലി വാങ്ങും, അവന് നല്ല ഹോം ലോണും കിട്ടും, അവൻ നല്ലൊരു വീടും വാങ്ങും, അതാണ് എന്റെ പ്രതീക്ഷ. അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ പ്രഭു ആകെ സങ്കടത്തിലായി. ഈ കോഴ്സ് താൻ നിർത്താൻ പോവുകയാണെന്ന് പറയാൻ വന്ന അവനാകട്ടെ അതിനെപ്പറ്റി ഒന്നും തന്നെ അയാളോട് പറയുന്നില്ല. പിറ്റേന്ന് കോളേജിലെത്തിയ പ്രഭു ആകട്ടെ കലയോട് പറയുന്നുണ്ട് നന്നായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂല് നമ്മൾ ജോലിയും വാങ്ങും. കലയും പറയുന്നുണ്ട് നീ എങ്ങാനും പോയിരുന്നെങ്കിൽ ഞാനും പോയിരുന്നേനെ എന്ന്, കാരണം എനിക്ക് 3 പേപ്പർ പോയി. അത് കേൾക്കുമ്പോൾ പ്രഭുവിന് ചിരി വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുന്നു. അടുത്തുള്ള ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ
പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറുക. അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് സപ്ലി എക്സാമിനുള്ള ഫീയും അടയ്ക്കാം, ബുക്കുകൾ വാങ്ങുകയും ചെയ്യാം. അങ്ങനെ വീട്ടിലറിയാതെ ഇവർ രണ്ടുപേരും കോളേജ് കഴിഞ്ഞിട്ട് ആ മെക്കാനിക്കൽ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അതിനിടയ്ക്ക് വാസുദേവൻ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും തന്റെ ടേബിളിൽ ആ കമ്പ്യൂട്ടർ ഇരിക്കുന്ന കാണുന്നു. ഇത്തവണ അയാൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അയാളുടെ മുതലാളിയല്ലായിരുന്നു, മുതലാളിയുടെ മകനായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ മുതലാളിക്ക് സുഖമില്ലാതിരുന്നത് കാരണം ഇനി കമ്പനിയെല്ലാം ഈ മകനാണ് നോക്കി നടത്തുന്നത്. വാസുദേവനോട് അയാൾ പറയുന്നുണ്ട്, ഇനി ഈ ബുക്കിൽ എഴുതുന്ന പരിപാടി നടക്കില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ ടാലി എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ ഈ ജോലിയിൽ പ്രവേശിക്കും. അതോടെ വാസുദേവൻ ആകെ ടെൻഷനിലായി. വീട്ടിൽ വന്ന് അയാൾ കാര്യം പറയുന്നു. എന്നാൽ ആദ്യം പറയുന്നുണ്ട് ആ കോഴ്സ് പഠിച്ചെടുക്കാൻ എളുപ്പമാണെന്ന്. 1 മാസത്തെ ടൈമാണ് വാസുദേവന് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആരതി കൊണ്ടുപോയി അയാളെ ചേർക്കുന്നു. രാത്രി കാലങ്ങളിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ. അയാൾ അങ്ങനെ ജോലി കഴിഞ്ഞ ശേഷം ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ടാലി പഠിക്കുകയാണ്. ഒരു സൈഡിലെ പ്രഭു ആകട്ടെ ഇയാൾ അറിയാതെ മെക്കാനിക്കൽ ഷോപ്പിൽ പണിയെടുത്ത് കാശുണ്ടാക്കുന്നു. അതിനിടയ്ക്ക് അയാൾ 1 മാസം കൊണ്ട് ഈ ടാലി പഠിച്ച് അതിന്റെ സർട്ടിഫിക്കേഷനും വാങ്ങി. അതുകൊണ്ട് തൽക്കാലം വാസുദേവന്റെ ജോലി പോയില്ല. അയാളുടെ ടെൻഷനും ഒന്ന് മാറി. പക്ഷെ താനറിയാതെ പ്രഭു ഈ മെക്കാനിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോകുന്ന കാര്യം വാസുദേവന് മനസ്സിലായി. കാരണം ഗ്രീസിന്റെയും മറ്റും മണം അയാൾക്ക് അറിയാമായിരുന്നു. താനും പണ്ട് ഇതുപോലെ കുറെ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാ. പക്ഷെ നീ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, അതുകൊണ്ട് നിന്റെ എക്സ്പെൻസിനെ പറ്റിയൊന്നും നീ ചിന്തിക്കണ്ട, അതൊക്കെ താൻ മാനേജ് ചെയ്തോളാമെന്ന് വാസുദേവൻ പറയുന്നു. ഇവിടെ വാസുദേവനാകട്ടെ വീട്ടിൽ വന്നിരുന്നും സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുകയാണ്. 3 ദിവസമായിട്ട് അയാൾക്ക് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. അയാളുടെ അവസ്ഥ കണ്ടിട്ട് ശാന്തി അയാളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. എത്രയും പെട്ടെന്ന് സ്വന്തം വീട് വാങ്ങണമെന്നായിരുന്നു അയാളുടെ ചിന്ത. അതിനു വേണ്ടിയിട്ട് പല ലോണുകൾക്കും അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ജോലി ചെയ്ത് അയാൾ പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീഴുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അയാളുടെ ഹാർട്ടില് 2 ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് സർജറി ചെയ്യേണ്ടി വരുന്നു. അവരുടെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ കാശും ആ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായി വന്നു. സർജറി കഴിഞ്ഞ് കണ്ണു തുറന്ന അയാൾ ആദ്യം ചോദിക്കുന്നത് ഹോസ്പിറ്റലിലെ ചെലവിനെ പറ്റിയായിരുന്നു. മുഴുവൻ കാശും ചെലവാക്കിയെന്നറിഞ്ഞതോടുകൂടി അയാൾ വീണ്ടും ആകെ തകർന്നുപോയി. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട് വാങ്ങാനുള്ള പ്ലാനെല്ലാം തന്നെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആരതി അതെല്ലാം തന്നെ കീറിക്കളയുന്നു. വാസുദേവൻ അധികം റെസ്റ്റ് എടുക്കാതെ വീണ്ടും ജോലിക്ക് പോകാൻ ആരംഭിച്ചു. എങ്ങനെയെങ്കിലും സ്വന്തം വീട് വാങ്ങണമെന്നുള്ളൊരു ചിന്ത കാരണം അയാളാകട്ടെ സിറ്റിയിൽ നിന്നെല്ലാം മാറി കുറച്ചു ദൂരെ ഒരു വീട് നോക്കുന്നു. അഡ്വാൻസ് കൊടുക്കണമെന്നാണ് ബ്രോക്കർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീട് ഫിക്സ് ചെയ്യാം. ഇത്രയും കാലം അയാൾ ആരോട് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ച് തന്റെ അനിയനോട് പോയി സഹായം ചോദിക്കുന്നു. അവരെയെല്ലാം വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലാക്കിയത് ഇയാളായിരുന്നു. എന്നാൽ അവരാരും ഇപ്പൊ ഇയാളെ അങ്ങനെ തിരിഞ്ഞുപോലും നോക്കാറില്ല. കടമായിട്ട് കുറച്ച് കാശ് ചോദിക്കുമ്പോൾ മുരളി പറയുന്നത്, ഇപ്പൊ നീ വീട് വാങ്ങണമെന്ന് എന്തിനാ ഇത്ര ആഗ്രഹിക്കുന്നത്, വീടില്ലെങ്കിൽ എന്താ ഇപ്പൊ പ്രശ്നം, എന്നാൽ വീടുണ്ടെങ്കിലേ എനിക്ക് മര്യാദയുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ഞാനിത് കുറേശ്ശെ അടച്ചു തീർത്തോളാം എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു പറയുന്നത്, നിന്നെ വിശ്വസിച്ച് എനിക്ക് കാശ് തരാൻ പറ്റില്ല എന്നാണ്. കാരണം നീ ഇപ്പൊ തന്നെ സുഖമില്ലാതായിരിക്കുകയാണ്. നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാശ് എനിക്ക് ആര് തിരിച്ചു തരും. പ്രഭു ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവന് ക്യാമ്പസ് ഇന്റർവ്യൂവില് നല്ല ജോലി കിട്ടും, അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവൻ നോക്കുമെന്ന് ഇയാൾ പറയുന്നു. പക്ഷെ അപ്പോഴും മുരളി സമ്മതിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, പ്രഭു നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ക്യാമ്പസ് ഇന്റർവ്യൂവില് അവന് ജോലി കിട്ടിയിട്ട് അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നീ കൊണ്ടു കാണിക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാശ് തരാം. അവിടുന്ന് ഒരുപാട് തകർന്നാണ് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറയുമ്പോൾ അവരെല്ലാം അയാളെ വഴക്ക് പറയുന്നു. എന്തിനാ അയാളോടൊക്കെ പോയി കാശ് ചോദിക്കാൻ പോയതെന്ന് ചോദിച്ചിട്ട്. ഇവിടെ തന്റെ ജോലിയാണ് ഈ വീടിന്റെ ഏക പ്രതീക്ഷ എന്ന് മനസ്സിലാക്കിയ പ്രഭു ആകട്ടെ ആകെ ടെൻഷനിലായി. വീണ്ടും അവന്റെ എക്സാമുകളൊക്കെ കഴിഞ്ഞു, ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്നു. എന്നാൽ ഓരോ ഇന്റർവ്യൂവിലും അവൻ തോറ്റുകൊണ്ടേയിരുന്നു. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഇതുകൂടി കിട്ടിയില്ലെങ്കിൽ തനിക്കിനി ഒരിക്കലും ജോലി കിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. കലയ്ക്കും അവനും ഇതുവരെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിലും ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും അവസാനത്തെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ഇന്റർവ്യൂർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഓർത്തെടുത്ത് അവൻ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കാണാപ്പാടം പഠിച്ച പോലെയായിരുന്നു. അവനോട് തിയറി അല്ല ചോദിച്ചത്, പ്രാക്ടിക്കലായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനത് പറയാൻ അറിയില്ലായിരുന്നു. ടെക്നിക്കലായിട്ട് നോളജ് ഇല്ലാത്ത താനൊരു എഞ്ചിനീയർ അല്ല എന്നാണ് ആ ഇന്റർവ്യൂർ പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നും നല്ലൊരാളെ തങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. അത് മറ്റാരുമായിരുന്നില്ല, കലയായിരുന്നു. കലയ്ക്ക് സെലക്ഷൻ കിട്ടിയതിൽ പ്രഭു ഒരുപാട് സന്തോഷവാനാണ്. നിങ്ങൾ നല്ല വ്യക്തിയെ തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രഭു അവിടെ നിന്നും പോയി. അപ്പോഴും അവന് മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിലെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അവൻ വീട്ടിലെത്തുമ്പോൾ ഫ്ലഡ് വന്നിട്ട് വീട് നിറയെ വെള്ളം കയറിയിരിക്കുകയാണ്. എല്ലാവരും അവന്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ ഇന്റർവ്യൂ പാസ്സായിട്ടില്ല എന്ന്. അപ്പൊ തന്നെ വാസുദേവനാകട്ടെ ആ വീടിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വീട് തങ്ങൾക്ക് വേണ്ട എന്ന്. അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്നും വീട് മാറി സിറ്റിയിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെ വിട്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി വീടെടുക്കുന്നു. അത് കാരണം ജോലിക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കണമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വാസുദേവന്റെ ജോലി പോയി. അയാൾക്ക് പകരം അവിടെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ ജോലിക്ക് കയറി. വീട്ടിലെത്തി അയാൾ ശാന്തിയോടും പറയുന്നുണ്ട്, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ്ട എന്ന്, നിർത്തിയേക്കാൻ. ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഇവരെല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രഭു ഇടയ്ക്കൊക്കെ പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്തെങ്കിലും അതൊന്നും തന്നെ ശരിയായില്ല. അത് കാരണം അവൻ ഒരു കോൾ സെന്ററിൽ തൽക്കാലത്തേക്ക് ജോലിക്ക് കയറി. വർഷം ഇപ്പോൾ 2011 ആയിരിക്കുന്നു. പ്രഭു ഇങ്ങനെ ചെറിയ ജോലി ചെയ്യുന്ന കാരണം വാസുദേവൻ ആർത്തിയുടെ കയ്യിൽ കുറച്ച് ബുക്സ് ഒക്കെ കൊടുത്തു വിട്ടിട്ട് അവനോട്
പറയുന്നുണ്ട് ഈ എക്സാം ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ. കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാകാനുള്ള ബുക്സ് ആയിരുന്നു അത്. അതിനിടയ്ക്ക് മുരളിയുടെ വീട്ടിലെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ചെല്ലുമ്പോൾ ആരതിയുടെ മുരളി ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യുകയാണെന്ന്. അവൾ ബികോമിന് പഠിക്കുകയായിരുന്നു. നീയെങ്കിലും നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങി അച്ഛന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനാണ് അയാൾ പറയുന്നത്. പ്രഭുവിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു അത്. അങ്ങനെ എല്ലാം കൊണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു പ്രഭു. അതിനിടയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അതിലൊന്നും തന്നെ അവൻ പാസ്സായില്ല. ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവനോട് വാസുദേവൻ വന്ന് പറയുന്നുണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ കിട്ടുമെന്ന്. നീ അടുത്തതായിട്ട് ബാങ്ക് എക്സാം ട്രൈ ചെയ്യ്. എന്നാൽ ഇങ്ങനെ ഓരോരോ എക്സാം എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കാരണം അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട് തന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. IT-യിൽ എനിക്ക് എന്തായാലും ജോലി കിട്ടില്ല, എനിക്കിങ്ങനെ ആരുടെയും ഭാരമായിട്ട് നിൽക്കാൻ വയ്യ. എന്നാൽ അവര് പറയുന്നുണ്ട് നീ ആരുടെയും ഭാരമല്ല എന്ന്, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. നിന്റെ ഫീലിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വാസുദേവൻ പറയുന്നുണ്ട്. നീ ഒരിക്കലും എന്നെ പോലെ ആകാൻ പാടില്ല. അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്താണ് കല അവനെ കോൾ ചെയ്യുന്നത്. തങ്ങളുടെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, നീ എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് ആ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നു. ആ ഇന്റർവ്യൂവിൽ ചെന്നിരിക്കുമ്പോൾ അവരവനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഓൾറെഡി നീ റിജക്ട് ആയതാണ്, അതുപോലെ ഒരുപാട് കമ്പനിയിൽ റിജക്ട് ആയിട്ടുണ്ട്, എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇത്രയും കാലം തോറ്റുപോകുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്, ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല, തോറ്റാൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഭാഗ്യവശാൽ ആ ഒരു ഇന്റർവ്യൂ അവന് പാസ്സാകാൻ പറ്റി. കലയുടെ അതേ കമ്പനിയിൽ തന്നെ അവന് ജോലിയും റെഡിയായി. അങ്ങനെ ആദ്യത്തെ ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിഞ്ഞ് അവൻ അവിടുത്തെ പെർമനന്റ് എംപ്ലോയി ആയി. അതോടെ അവന്റെ വീട്ടുകാരും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ 5 വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അതിനോടകം തന്നെ ആരതിയും ബാങ്ക് എക്സാം ഒക്കെ പാസ്സായിട്ട് ബാങ്കിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർ രണ്ടുപേരും വാസുദേവനെ ശാന്തി ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഹോം ലോൺ പാസ്സായിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി വീട് വാങ്ങാൻ പറ്റും. അത് കേട്ടതും വാസുദേവൻ ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ അവർ വീടൊക്കെ പോയി നോക്കുകയും 1-2 ഫിക്സ് ആക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടൈമിലാണ് മുരളിയാകട്ടെ ആരതിക്ക് നല്ലൊരു കല്യാണാലോചനയുമായിട്ട് വരുന്നത്. നല്ല കുടുംബക്കാരാ, നമുക്കൊന്നും ചെന്ന് കയറാൻ പറ്റിയ കുടുംബമല്ല, നല്ല പണക്കാരാന്നൊക്കെ പറയുന്നു. ആരതി തനിക്കിപ്പോ മാരേജ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നല്ല ആലോചന ആയത് കാരണം മുരളി നിർബന്ധിച്ചത് കൊണ്ട് വാസുദേവൻ അതിന് സമ്മതിക്കുന്നു. പ്രഭുവും ആരതിയോട് പറയുന്നുണ്ട് നിനക്ക് നല്ല ബന്ധം കിട്ടുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടക്കട്ടെ എന്ന്. അങ്ങനെ ചടങ്ങുകൾ നടന്നു. ആരതിക്ക് പയ്യനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാ പിന്നെ കല്യാണം ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് കല്യാണമെല്ലാം തന്നെ ഫിക്സ് ചെയ്യുന്നു. പക്ഷെ കല്യാണത്തിന് ചെലവാകാൻ പോകുന്ന തുകയെല്ലാം കൂട്ടി നോക്കുമ്പോൾ 25 ലക്ഷം രൂപയാകുമായിരുന്നു. അത് കേട്ട് പ്രഭു ഒന്ന് ഞെട്ടി. ആരതി പറയുന്നുണ്ട് എന്നാ പിന്നെ തനിക്ക് കല്യാണം വേണ്ട എന്ന്. എന്നാൽ ഇങ്ങനൊരു ബന്ധം നിനക്ക് കിട്ടില്ല എന്നും അതുകൊണ്ട് എങ്ങനെ ഈ കല്യാണം നടത്തിയേ പറ്റുമെന്നും വാസുദേവനും പ്രഭുവും പറയുന്നു. കാരണം അവൾക്ക് ഓൾറെഡി ആ പയ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആരതിയുടെ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഇരിക്കുന്നതാണ്. പ്രഭുവിനോട് അവര് വീട് വാങ്ങിക്കായിരുന്നില്ലേ, ആ വീടിന്റെ ബ്രോക്കർ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് എത്ര ചെലവായി എന്ന്. അവൻ പറയുന്നുണ്ട് 25 ലക്ഷം എന്ന് പറഞ്ഞിരുന്നത് 35 ലക്ഷം ചെലവായി എന്ന്. ഇനിയിപ്പോൾ ആ കാശ് മുഴുവൻ പ്രഭു അടച്ചു തീർക്കണം. അത് കാരണം അവൻ ഇപ്പോഴെങ്ങും തന്നെ വീട് വാങ്ങിക്കാൻ പറ്റില്ല. അവൻ വീണ്ടും തന്റെ ജോലിയൊക്കെ ചെയ്ത് ആ കടമെല്ലാം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം ആകട്ടെ അവന്റെ കമ്പനിയിൽ പുതിയൊരു ട്രെയിനി വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരും ഐശ്വര്യ എന്നായിരുന്നു. അവളുടെ പേര് ഐശ്വര്യ എന്നെല്ലാരും വിളിക്കുന്ന കേൾക്കുമ്പോഴെല്ലാം തന്നെ അവന്റെ മനസ്സിൽ ഐശ്വര്യനെ പറ്റിയുള്ള ഓർമ്മകൾ വരും. അതിനിടയ്ക്ക് അവനെ ഒരു ദിവസം വീട്ടിലേക്ക് വാസുദേവൻ വിളിച്ചു വരുത്തുന്നു. അർജന്റായിട്ട് വിളിച്ചു വരുത്തിയത് കാരണം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അവനൊരു നല്ല കല്യാണാലോചന വന്നിട്ടുണ്ടെന്നാണ്. വാസുദേവന്റെ പരിചയത്തിലുള്ള ഇൻകം ടാക്സിലെ ഓഫീസറായ സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആലോചന വന്നിരിക്കുന്നത്. മധു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒറ്റ മകളാണ്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. എന്നാൽ തനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന് അവൻ പറയുന്നു. നിനക്ക് 30 വയസ്സായി, ഇപ്പൊ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോ നടത്താനാണെന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാലും പ്രഭു ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ ആൾക്കാര് എന്നെ എന്തിനാ തിരഞ്ഞെടുത്തതെന്ന്. ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് വാസുദേവൻ പറയുന്നുണ്ട്. അമ്മയില്ലാത്ത പെൺകുട്ടിയാണ്, അച്ഛന് വളരെയധികം കൊഞ്ചിച്ചാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഓൾറെഡി തന്നെ 2 തവണ എൻഗേജ്മെന്റ് നടത്തിയിട്ട് ആ കല്യാണം മുടങ്ങിപ്പോയതാണ്. പയ്യനുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കി. അങ്ങനെയൊക്കെയുള്ളൊരു പെൺകുട്ടി എന്റെ കൂടെ എങ്ങനെ സെറ്റാകാനാണെന്നാണ് പ്രഭു ചോദിക്കുന്നത്. നീ ഒരു പാവമല്ലേ, എന്തായാലും നിന്റെ കൂടെ ആ പെൺകുട്ടി എന്തായാലും വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല എന്ന് വാസുദേവൻ പറയുന്നു. അങ്ങനെ വാസുദേവന്റെ നിർബന്ധം കാരണം പ്രഭുവിന് ആ ഒരു മാരേജിന് സമ്മതിക്കേണ്ടതായി വരികയാണ്. അങ്ങനെ ഇവരുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. ആ മധു ആകട്ടെ ഇവനെയും കൊണ്ട് ഓരോ ഷോപ്പിൽ കയറിയിറങ്ങും ഡ്രസ്സ് എല്ലാം തന്നെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ഒരു പാവയെ പോലെ അവളുടെ പിറകെ പോവുകയും ചെയ്യും. ഒരു ഡ്രസ്സും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പറഞ്ഞ എല്ലാത്തിനും അവൻ ഓക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അവർക്കിടയിൽ പ്രശ്നങ്ങളും വന്നില്ല. അങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതിനിടയ്ക്ക് അവിടെ ഒരു കടയിലെ സെയിൽസ് ഗേളായിട്ട് ആയിഷ നിൽക്കുന്നത് അവൻ കാണുന്നു. അവൻ പെട്ടെന്ന് ആകെ ഷോക്കായി പോയി. അവളും ആകെ വല്ലാതെയായി. അവന്റെ എൻഗേജ്മെന്റ് നാളെയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും അവൾ മനസ്സിലാക്കി. അവിടെ വെച്ച് അവർക്കൊന്നും പരസ്പരം മിണ്ടാൻ പറ്റിയില്ല. പക്ഷെ എല്ലാവരും സാധനം വാങ്ങി പോയിട്ടും പ്രഭു ആകട്ടെ അവൾ ജോലി തീർന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തുനിന്നു. തന്നെ കാത്തവൻ നിന്നത് കണ്ടതും അവൾക്ക് സന്തോഷമായി. രണ്ടുപേരും കുറച്ചു നേരം നടന്നുകൊണ്ട് സംസാരിക്കുന്നു. എന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ നീ അവിടെ നിന്നും നാടുവിട്ട് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറിയെന്നാണ് താൻ അറിഞ്ഞതെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. അന്ന് എക്സാമിന് ഞാൻ തോറ്റുപോയി
തോറ്റുപോയില്ലേ? ആ എക്സാമിന് തോൽക്കാൻ തന്നെ കാരണം അന്ന് രാവിലെ ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. എന്റെ അച്ഛൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അമ്മയെ ഒരുപാട് തല്ലി അവശ നിലയിലാക്കി. അമ്മ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ എക്സാമിന് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് എക്സാം എഴുതാൻ പറ്റാതിരുന്നതും ഞാൻ ഫെയിലായതും. അതുകൊണ്ട് ഫാഷൻ ഡിസൈൻ ഒക്കെ പഠിക്കേണ്ട ഞാനിപ്പോൾ സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കുന്നു. അവളുടെ അവസ്ഥ വളരെയധികം മോശമാണെന്ന് അവന് മനസ്സിലായി. ഇത്രയും കാലത്തിനിടയ്ക്ക് അവന്റെ ഗേൾഫ്രണ്ട് പോലും ഇല്ലായിരുന്നു എന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോഴും വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ മാരേജ് ചെയ്യാൻ പോകുന്നത്. താൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് തന്റെ മുന്നിൽ അവൻ കണ്ടത് കാരണം പിറ്റേന്ന് തന്റെ എൻഗേജ്മെന്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് അവൻ ചോദിക്കുന്നു. പെട്ടെന്നുള്ള അവന്റെ പ്രപ്പോസൽ കേട്ടിട്ട് അവള് തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. നിന്റെ എൻഗേജ്മെന്റ് അല്ല നാളെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ ചിന്തിക്കണ്ട, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അത് പറയാൻ പറയുന്നു. അവൻ അങ്ങനെ ചോദിച്ചപ്പോ അവള് ഓക്കെ പറയുകയാണ്. അന്ന് രാത്രി തന്നെ വീട്ടിലെത്തി അവനാകട്ടെ വീട്ടുകാരുടെ കാര്യങ്ങൾ പറയുന്നു. നാളത്തെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. എനിക്ക് മധുവിനെ വിവാഹം കഴിക്കണ്ട. ഞാൻ ഐഷു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ മാത്രമേ വിവാഹം കഴിക്കൂ. വാസുദേവന് ഇതെല്ലാം കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം മധുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടും. അവർ സ്വന്തമായിട്ടൊരു വീട് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ചിന്തിക്കാതെയാണ് ഇവനിപ്പോൾ ഐഷുവിനെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷെ അവന്റെ നിർബന്ധം കാരണം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 2021 പ്രഭു ഐഷുവിനെ വിവാഹം കഴിച്ച് ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്. എന്നാൽ ആ സംഭവത്തിന് ശേഷം വാസുദേവ് ആകട്ടെ പ്രഭുവിനോടും ഐഷുവിനോടും മിണ്ടിയിട്ടില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന ഐഷു ആകട്ടെ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന വാസുദേവനെ കാണുമ്പോൾ തന്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞെങ്കിലും അയാൾ കേൾക്കൊന്നും മൈൻഡ് ചെയ്യുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അതിലെല്ലാം ഒരുപാട് വിഷമമുണ്ട്. എന്നാലും അവൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ശാന്തി പലതവണ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഐഷുവിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല, ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന്. അവളോടൊന്ന് മിണ്ടിക്കൂടെ എന്ന്. പ്രഭുവിന്റെ കല്യാണം നിന്നു പോയതല്ല നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം, ആ വീട് കിട്ടാത്തതാണ് നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം. അതുകൊണ്ടാണ് നിങ്ങൾ ഐഷുവിനോട് മിണ്ടാത്തത്. അതൊക്കെ പറഞ്ഞ് ശാന്തി അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രഭുവിന് വർക്കിലോട് കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഡെയിലി 12 മണിക്കൂർ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഓവർ ടൈം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഷർ കാരണം അവൻ ടീം ഹെഡിനോട് കംപ്ലൈന്റ് പറയുന്നു. എന്നാൽ അയാൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പണിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നാണ് പറയുന്നത്. അയാളെ അടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മാർക്ക് ആകും. പിന്നെ ഒരിടത്തും അവന് ജോലി കിട്ടില്ല. ഇതിനെപ്പറ്റി എല്ലാം അവൻ ഐഷുവിനോട് പറയുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നാണ് ഐഷു പറയുന്നത്. അവൻ തന്റെയുള്ള കടവെല്ലാം വീട്ടിയിട്ട് വീണ്ടും ഹോം ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും സ്വന്തമായിട്ട് വീട് വാങ്ങുന്ന കാര്യം മുടങ്ങും. അതിനിടയ്ക്ക് ബാങ്ക് മാനേജറിന്റെ കോള് വരുന്നു, ഹോം ലോൺ അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായി. അവൻ പെട്ടെന്ന് പോയി വാസ്തവനോട് കാര്യം പറയുന്നു. കുറച്ച് നാളായിട്ട് മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണ് അവർ മിണ്ടുന്നത്. ഹോം ലോണിന്റെ കാര്യം കേട്ടതും അയാളും സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ആരതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും കോള് വരുന്നുണ്ട്. പേടിച്ചവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അറിയുന്നത് ആരതിയാകട്ടെ സ്വന്തം ഭർത്താവിന്റെ തലയ്ക്ക് അടിച്ചു എന്നാണ്. അയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നത്. ആരതി അവരുടെ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം അവൾക്ക് നല്ലൊരു ജീവിതമായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിരന്തരമായിട്ട് കാശില്ലാത്തതിന്റെ പേരില് ഭർത്താവും കുടുംബവും അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അവളാകട്ടെ സ്വന്തം വീട്ടുകാരോട് ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. 35 ലക്ഷം രൂപ ചെലവാക്കിയാണല്ലോ അവളെ വിവാഹം കഴിച്ചു വിട്ടത്. അവള് ഇവിടെ ഒട്ട് സന്തോഷത്തോടെയല്ല ജീവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകുമെന്ന് പേടിച്ചിട്ടായിരുന്നു അവൾ ഒന്നും പറയാതിരുന്നത്. ഇപ്പോൾ അവളുടെ ക്ഷമ നശിച്ചപ്പോൾ അവൾ ശരിക്കും റിയാക്ട് ചെയ്തു. അതാണ് ഇപ്പൊ അവളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ സംഭവത്തോടു കൂടി അവൾ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ വീട്ടിൽ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയുകയാണ്. താൻ ആ വീട്ടില് വെറൊരു വേലക്കാരി മാത്രമായിരുന്നു. ഭർത്താവിന്റെ മാത്രമല്ല, അയാളുടെ സഹോദരന്റെ അടിവസ്ത്രം പോലും താൻ കഴുകേണ്ടി വന്നിട്ടുണ്ട്. എന്റെ സ്വപ്നവും സന്തോഷവും എല്ലാം ഇല്ലാതെയായി. ജോലിക്ക് പോകാൻ അവർ അനുവദിച്ചില്ല. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ ആലോചിച്ച് ഞാൻ വീണ്ടും പിടിച്ചു നിന്നു. പക്ഷെ ആർക്കും ഒരു മാറ്റവും ഉണ്ടായില്ല. എല്ലാവരും പഴയ പോലെ തന്നെയായിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരുടെ ഉപദ്രവം കാരണം ഞാൻ അയാളോട് സംസാരിച്ചതാണ്. നിങ്ങളുടെ വീട്ടുകാർ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നില്ലേ, നിങ്ങൾക്കൊന്ന് റിയാക്ട് ചെയ്തൂടെ എന്ന്. എന്നാൽ നീ ഇതെല്ലാം സഹിക്കണമെന്ന് അയാൾ പറഞ്ഞത്. എന്നോട് നിങ്ങൾക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് നിന്നോട് ഒട്ടും സ്നേഹമില്ല എന്നാണ്. സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ കിടന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ വഴിയില്ലാത്തോണ്ടാണെന്ന് അയാൾ പറഞ്ഞു. എല്ലാം കേട്ട് ദേഷ്യം കാരണം ഞാൻ അവന്റെ തലയ്ക്ക് അടിച്ചുപോയി. തന്റെ മകൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം കേട്ട് ആ കുടുംബം ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മാനസികമായി തകർന്നിരുന്ന ആരതിയെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കിയത് ഐഷു ആയിരുന്നു. ആരതിക്ക് വേണ്ടിയിട്ട് ഐഷു ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ വാസുദേവൻ ഐഷുവിനോട് വന്ന് സംസാരിക്കുന്നു. തലേന്ന് നീ ആരതിക്ക് വേണ്ടി ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും അതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും. ഒരു രീതിയിൽ താൻ ഐഷുവിനോട് ചെയ്യുന്നതും ഒരുതരം ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം അവളോട് മിണ്ടാതെ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രഭു വീട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞ് ആരതി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അവൾ അച്ഛനെയും വിളിച്ചു നിർത്തി പ്രഭുവിനെയും വിളിച്ചു നിർത്തി പരസ്പരം സംസാരിക്കാൻ പറയുന്നു. അങ്ങനെ അന്നവനാകട്ടെ ഓഫീസിലേക്ക് സന്തോഷത്തോടെയാണ് പോകുന്നത്. അവർക്ക് സാലറി കൂടുമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു. പക്ഷെ ആർക്കും തന്നെ സാലറി കൂട്ടിയിട്ടില്ല. അവൻ വന്ന് ടീം ഹെഡിനോട് സംസാരിക്കുന്നുണ്ട്. അയാളാകട്ടെ അവനെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. നീയൊക്കെ ഇത്രയും കാലം നന്നായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല, നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. അതുകൊണ്ട് ഇപ്പൊ
ഇപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കോ, അല്ലാതെ സാലറി ഒന്നും കൂടാൻ പോകുന്നില്ല. ഇതെല്ലാം കേട്ട് അവന് ദേഷ്യം വന്നിട്ട് താൻ ജോലി രാജിവെക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ നിനക്ക് 34 വയസ്സായി, വേറെ ഒരിടത്ത് നിനക്ക് ഇനി ജോലി കിട്ടാൻ പോകുന്നില്ല. നീ ഒരു സീനിയർ പ്രോഗ്രാമർ മാത്രമാണ്, ടീം ലീഡർ പോലും ആയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഓപ്പർച്യൂണിറ്റീസും അധികം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. നീ പോയി കഴിഞ്ഞാൽ നിന്നെ പോലെ വേറൊരാളെ ഞങ്ങൾ എടുക്കും, എന്നിട്ട് അവരെയും ട്രെയിൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ നിന്റെ ലെവലിലെത്തിക്കും. അങ്ങനെയൊക്കെ ഇയാൾ പുച്ഛത്തോടെ പറയുന്ന കേട്ട് ദേഷ്യം വന്ന് അവന്റെ കൺട്രോൾ വിട്ടിട്ട് അവനാകട്ടെ അയാളെ അടിക്കുന്നു. എന്നിട്ട് ആ ജോലിയും ക്വിറ്റ് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. പക്ഷെ ഈ കാണിക്കുന്ന സീൻ എല്ലാം തന്നെ അവന്റെ തോന്നലായിരുന്നു. അവൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. അയാൾ പറയുന്നതെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നിട്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാതെ അവൻ നേരെ പോകുന്നത് ബാങ്കിലേക്കാണ്, അപ്രൂവായ ലോൺ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ലോൺ സൈൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് അവന്റെ മനസ്സിലൂടെ വീണ്ടും ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നു. ഒരു നിമിഷം അവൻ സൈൻ ചെയ്യാതെ ആലോചിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവൻ നേരെ വീട്ടിലേക്ക് വരുന്നതാണ്. അവൻ പുതിയ വീട് വാങ്ങിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തില് അവരെല്ലാവരും അവിടെയെല്ലാം അലങ്കരിക്കുകയായിരുന്നു. എന്നാൽ അവൻ കരഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. ഞാനൊരു വലിയ ഫെയിലർ ആണെന്നും എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്നു. ഞാൻ ഇപ്പോൾ ഈ ലോൺ സ്വീകരിക്കുകയാണെങ്കിൽ ഇനിയും അതേ കമ്പനിയിൽ തന്നെ ഒരു പട്ടിയെ പോലെ ഞാൻ പണിയെടുക്കേണ്ടി വരും. ഒട്ടും താല്പര്യമില്ലാതെ ഓരോ ദിവസവും ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടി വരും. എന്നെ കൊണ്ടത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഞാൻ ബാങ്ക് ലോൺ വേണ്ടാന്ന് പറഞ്ഞു. 25 വർഷം ആ ലോൺ അടയ്ക്കാൻ എന്നെ കൊണ്ട് ഇനി വയ്യ. എന്നാൽ വാസുദേവൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അവനോട് പറയുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നിന്റെ ഫ്യൂച്ചർ നന്നായിട്ടിരിക്കൂ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഞാൻ ഇപ്പോഴുള്ള പ്രസന്റ് ജീവിക്കാൻ തന്നെ മറന്നു പോകുന്നു എന്നാണ് അവൻ പറയുന്നത്. ചെറിയ പ്രായം തൊട്ടേ അഡ്ജസ്റ്റ് ചെയ്യ്, ഫ്യൂച്ചർ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ ആ ഫ്യൂച്ചർ മാത്രം വന്നില്ല. മെക്കാനിക്കൽ എഞ്ചിനീയർ എടുക്കാൻ ആഗ്രഹിച്ച ഞാൻ ആരോ പറഞ്ഞതിന്റെ പേരിൽ IT എടുത്തു. എന്നാൽ അത് കേട്ട് വാസുദേവൻ പറയുന്നുണ്ട് IT-ലാണ് ഫ്യൂച്ചർ എന്നാ എല്ലാവരും പറഞ്ഞത്. പ്രഭു പറയുന്നു IT-ൽ മറ്റുള്ളവർക്ക് ഫ്യൂച്ചർ ഉണ്ടാകും, പക്ഷെ എന്റെ ഫ്യൂച്ചർ IT-ലല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ജോലി താൻ ഇനി ചെയ്യാൻ പോകുന്നില്ല. ഈ ജോലി വിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. അവൻ ഇങ്ങനെയെല്ലാം പറയുന്ന കാരണം വാസുദേവൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇനി ആരും വീടെന്നോ ലോണെന്നോ പറഞ്ഞിട്ട് ഇവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അവന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ആയിഷു ഉണ്ടായിരുന്നു. തന്റെ മനസ്സ് പറയുന്ന കേട്ട് അവൻ ആദ്യമായിട്ട് എടുത്ത ഡിസിഷനാണത്. അവൻ പിറ്റേന്ന് വന്ന് വാസുദേവനോട് പറയുന്നുണ്ട് തനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാനായിരുന്നു ആഗ്രഹം, അപ്പൊ അതിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. അവൻ ആദ്യം ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. കൂടെ മെക്കാനിക്കൽ ജോലികളെല്ലാം തന്നെ പഠിച്ചെടുത്തു. അതിനിടെ അവന്റെ കൈക്കൊക്കെ ഒരുപാട് പരുക്കുകൾ പറ്റുന്നുണ്ട്. അതെല്ലാം അവഗണിച്ച് അവൻ കഠിനമായിട്ട് പരിശ്രമിച്ചു. കൂടെ ആരതിയും ജോലിക്ക് പോകാൻ ആരംഭിച്ചിരുന്നു. ടെക്നിക്കൽ നോളജ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ബുക്കുകളൊക്കെ വാങ്ങി അവൻ ആ കോഴ്സ് പഠിക്കാൻ ആരംഭിച്ചു. ആരതിയും ബാങ്ക് എക്സാമുകൾ എഴുതാൻ ആരംഭിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി ഇവൻ പാസ്സായി. പിന്നീട് കാണിക്കുന്നത് 2027 ഒരു ന്യൂസ് പേപ്പർ ഓഫീസിലെ മെഷീൻ കേടായപ്പോൾ അവൻ അത് ശരിയാക്കാൻ വന്നിരിക്കുന്നു. കൊറിയയിൽ നിന്ന് ആള് വന്നെങ്കിൽ മാത്രമേ ശരിയാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു മെഷീനാണ് അവൻ തന്റെ കഴിവ് കൊണ്ട് ശരിയാക്കിയത്. എല്ലാവരും അവനെ പ്രശംസിക്കുന്നു. മെക്കാനിക്കലുള്ള അവന്റെ കഴിവ് അവൻ തെളിയിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ നല്ല സാലറിയും കിട്ടുന്നുണ്ട്. ആരതിക്ക് ബാങ്കിൽ ജോലി കിട്ടി, ഇവനും നല്ല ജോലി കിട്ടി. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ദിവസം വീണ്ടും പഴയതുപോലെ തങ്ങളുടെ അച്ഛനെയും അമ്മയും എല്ലാം കൂട്ടി ഒരിടത്തേക്ക് പോകുന്നു. ഇത്രയും കാലം അവർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച അവരുടെ സ്വന്തം വീട്ടിലേക്കാണ് ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സർപ്രൈസ് ആയിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു വീട് വാങ്ങി. എവിടെയാണോ വാസുദേവൻ ആദ്യം വീട് വാങ്ങാൻ ആഗ്രഹിച്ചത് അവിടെ തന്നെയായിരുന്നു ഇവർ വീട് വാങ്ങിയിരുന്നത്. ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വാസുദേവൻ ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് കാലങ്ങളായിട്ട് കണ്ട സ്വപ്നം അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.